ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരമുള്ളൊരു വീഡിയോ ആണ്. ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു സാധനങ്ങൾ എല്ലാവരും വീട്ടിലും കാണും. ഓടിൻ്റെയും ചെമ്പിൻ്റെയും പാത്രങ്ങളൊക്കെ കണ്ട. ഇത് പാക കറുത്തിരിക്കുന്നു. ഇത് ഞാൻ ഇവിടെ ഞങ്ങളുടെ ഡൈനിങ് ടേബിളുമ്മ വെള്ളം ഒഴിച്ച് വയ്ക്കുന്ന ജഗ്ഗാണിത് കേട്ടോ. ഇതെല്ലാ ആഴ്ചയിലും ഞാൻ കഴുകി വൃത്തിയാക്കും. ഇത് വെള്ളം ഒഴിച്ച് വെക്കുന്നത്, ഇത് വെള്ളം ടേബിളുമ്മ പകർത്തി വെക്കുന്ന ജഗ്. അപ്പോൾ ഇതിന് ഒരു ചെറിയ ഒരു ടാപ്പ് പോലെ ഉണ്ട്. നമുക്ക് ആവശ്യത്തിന് ഇതിൽ നിന്ന് പ്രസ് ചെയ്താൽ വെള്ളം വരും. അപ്പോൾ ഇത് പിച്ചളിന് ഇത് രണ്ടും കേട്ടോ. ചെമ്പ് കോപ്പറില്ലേ, കോപ്പറിൻ്റെ ഇനി. അപ്പോൾ ഇത് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ എപ്പോഴും ഭംഗിയിലിരിക്കണമെങ്കിൽ നമ്മൾ ഇത് എപ്പോഴും നല്ല ക്ലീനാക്കി വെക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ കോലം ഇതൊക്കെ ഇനി. ഇതിപ്പോൾ ഞാൻ എപ്പോഴും നല്ല നീറ്റാക്കി വെക്കുന്ന കാരണം ഇവിടെ വരുന്നവരൊക്കെ ചോദിക്കും ഇതെവിടെ നിന്നാണ് വാങ്ങിയത്, ഇത് നല്ല ഭംഗിൻ്റെ അല്ല എന്നൊക്കെ ചോദിക്കും എന്നോട്. അപ്പോൾ ഇതെന്ന് എങ്ങനെ ഞാൻ കഴുകിയെടുക്കണേന്ന് കാണിച്ചു തരാം കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് നല്ല ഭംഗിയിൽ വെളുപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് നമുക്ക് കഴുകിയെടുത്താലോ. ഇനി നമുക്കിത് ഈ കറുത്ത പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. ഇത് നന്നായി സ്വർണം പോലെ വെട്ടി വെളുപ്പിക്കാം. നമ്മൾ ആകെ ഒരു സാധനം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നോക്കി, ഇത് നമ്മുടെ സാമ്പാർ പുളിന് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് മാത്രം മതി നമ്മുടെ ഈ പാത്രങ്ങൾ വെട്ടി തിളങ്ങാനായിട്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെ വെട്ടി തിളങ്ങുന്നതെന്നുള്ളത്. അപ്പോൾ ഇതൊന്ന് നനയ്ക്കാം. നമുക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് നനയ്ക്കാം. കുടി ഇതിലിങ്ങനെ തേച്ച് പിടിപ്പിക്കുക. ഇത് ചെമ്പിൻ്റെ പാത്രമായ കാരണേ ഓടല്ല ഇത് കേട്ടോ, ചെമ്പിൻ്റെ പാത്രം. ഇതൊക്കെ ഇങ്ങനെ തേച്ച് നമുക്കൊന്ന് 2 മിനിറ്റ് വയ്ക്കുക. അധികം നേരമൊന്നും വയ്ക്കേണ്ട, ഒരു 2 മിനിറ്റ്. ഇതെങ്ങനെയാണ് വെളുക്കണേന്ന് ലൈവായിട്ട് ഇപ്പം നിങ്ങൾക്ക് കാണാം. എല്ലാ സ്ഥലത്തകത്ത് തേക്കണം. ഇത് വെള്ളം ഒഴിച്ച് വെക്കുന്ന ജാറായതുകൊണ്ട് നന്നായി നമ്മൾ ഡൈനിങ് ടേബിളും വയ്ക്കുന്നത്. അപ്പോൾ ഈ കറുത്തിരിക്കുമ്പോൾ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വരുമ്പോൾ വെള്ളം കുടിക്കുന്ന ജഗ് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും ഇതൊന്നും തേച്ച് കഴുകലുണ്ടാക്കി. അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ നല്ല വെളുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ ഇതിനി ഒരു 2 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതൊക്കെ ഒന്ന് തേക്കും. അല്ലാതെ അതുപോലെ ചെയ്യാം. നന്നായിട്ട് തേച്ച് അകത്തൊക്കെ. ഇതിൻ്റെയൊക്കെ ഒരു കളർ നോക്കി. ഇതൊക്കെ ഇനി വെളുപ്പിക്കണം നന്നായിട്ട്, ക്ലാവ് പിടിച്ച പോലെ. അത് പിച്ചളരി ആകുമ്പോഴേ, ചെമ്പിൻ്റെ ആകുമ്പോഴേ പെട്ടെന്ന് കറക്കും. നമ്മൾ എല്ലാ ആഴ്ചയും ഇതിങ്ങനെ കഴുകി വൃത്തിയാക്കി വെക്കണം. ഇത്ര നേരം മതി കേട്ടോ, 2 മിനിറ്റ്. ഇത് നമുക്ക് ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. ഇതിനാണ് ഞാനൊരു സ്ക്രബ് എടുത്തിട്ടുണ്ട്. ലേശം നമ്മുടെ പ്രില്ലൊഴിക്കുക കഴുകാൻ വേണ്ടിയിട്ട്. തേക്കരച്ച് കഴുകുക. എത്ര പെട്ടെന്ന് നമ്മുടെ ഈ പാത്രങ്ങൾ വെളുപ്പിക്കാൻ കഴിയുന്ന നമ്മളിത് കാണാനും ഭംഗിയും ഇതിങ്ങനെ ഇരിക്കുന്നു. കാണാനുള്ള ടേബിളും ഭംഗി എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഇതൊക്കെ നല്ല സൂപ്പറായി വെളുപ്പിച്ചെടുക്കാൻ പറ്റും. 5 മിനിറ്റ് മതി ഇതിങ്ങനെ വെളുപ്പിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ നമുക്ക് നിലവിളക്കൊക്കെ ചെയ്യാം കേട്ടോ. ഓടിൻ്റെ പാത്രങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് വയ്ക്കുന്ന ജഗ്ഗായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിതൊന്ന് കഴുകിയെടുക്കാം നന്നായിട്ട്. പച്ചവെള്ളത്തിൽ വെറുതെ പച്ചവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. നോക്കിയ എങ്ങനെയാണ് തിളങ്ങണതിൻ്റെ ഗ്ലാസ്സൊക്കെ ജാറൊന്നും നോക്കി അത് കുത്താനായിട്ട് കണ്ട.
ജാറ് സ്വർണം പോലെ ഇനി തിളങ്ങി കറുത്തുരുണ്ടിരുന്ന ജാറായിരുന്നു വെട്ടി തിളങ്ങുന്നത്. വെറുതെ പച്ചവെള്ളത്തിൽ കഴിക്കാൻ മതി ഒന്ന്. ചെറിയ എല്ലാവരുടെ വീട്ടിലും നമ്മുടെ സാമ്പാറില്ല പുളി ഉണ്ടാകും. വേറെ ഒന്നും നമ്മൾ ചേർക്കണ്ട. ഇത് നമ്മുടെ സാമ്പാർ പൊടി കോൽപ്പുളി മാത്രം ഇട്ടിട്ടാണ് ഞാനിപ്പോൾ ഈ ജാറ് കഴുകിയെടുത്തിട്ടുള്ളത്. ഇതൊന്ന് തുടച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ ജാറൊക്കെ നോക്കി ഒന്ന് വെട്ടി തിളങ്ങണ കണ്ട. ഒരേ ഒരു സാധനം മതി നമുക്ക് നമ്മുടെ പാത്രങ്ങൾ ഇതേപോലെ വെട്ടി തിളങ്ങാനായിട്ട്. എന്ത് ഭംഗി നോക്കി ഇതൊക്കെ ഇപ്പം ജാറ് മൂടി കണ്ട ഭംഗി. കറുത്തിരിക്കുകയായിരുന്നു. ഇപ്പം തേച്ച് കഴുകി വെളുപ്പിച്ചപ്പോൾ ഇപ്പം ഇതിരിക്കുമ്പോൾ എന്ത് ഭംഗി നോക്കിയ ടേബിൾ മതി കണ്ട. ഇത് തന്നെയാണ്. ഇത് കഴുകി എടുത്തിട്ടേക്ക് അത് മൂടി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടെ. എല്ലാവരും വീട്ടിലും ഇതുപോലെയുള്ള ചെമ്പ് പാത്രങ്ങളും ഓടിൻ്റെ പാത്രങ്ങളൊക്കെ കാണും. നിലവിളക്ക് ഉരുളികൾ എല്ലാം കാണും. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഇതുപോലെ കഴുകി കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പെട്ടെന്ന് ഇത് തേച്ച് കഴുകി എടുക്കാനും പറ്റും. അല്ലെങ്കിൽ കുറേ നാളെത്തി നമ്മൾ ഇതൊക്കെ കഴുകുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇത് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതുപോലെ പാത്രങ്ങൾ വെട്ടിത്തിളങ്ങി നല്ല ഭംഗിയിൽ വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റും. ഇതുപോലെയുള്ള എല്ലാവർക്കും ഉപകാരമുള്ള വീഡിയോകളായിട്ട് ഇനിയും വരാം. എല്ലാവർക്കും ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്കൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് ചാനൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.